ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈക്കോസ് വിഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. അതെ, തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എത്തുന്നതിന് മുമ്പ് നന്ദിയോട് കഴിഞ്ഞിട്ട് വലത് സൈഡിൽ കാണപ്പെടുന്ന ഒരു വൃന്ദാവനം ടെമ്പിൾസ്. നിങ്ങൾ മെയിൻ റോഡ് നമ്മുടെ തെങ്കാശി റോഡിൽ പോകുമ്പോഴത്തേക്ക് കാണാം. പാലോട് പമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് വലത് സൈഡിൽ ഒരുപാട് തടികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന പലതരം തടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, വീട് വെക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. നമ്മുടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നും ഭയങ്കര വിലയാവും എന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഒരു സാധാരണക്കാരന് നമുക്ക് കയറി വാങ്ങാൻ പറ്റുന്ന വില മാത്രമേ ഇവിടെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ക്യൂബിക്കിന് 250-300 രൂപ മുതലൊക്കെ ഇവിടെ റേറ്റ് തുടങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് പോയി തടി വാങ്ങുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വില കുറവാണെന്ന് വേണം പറയാൻ. ഞാൻ പോയതാണ്, ഞാൻ നമ്മുടെ ചേട്ടൻ്റെ ആവശ്യത്തിനായിട്ട് തടി എടുക്കാൻ പോയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവസാനം നമ്മുടെ അവിടെ നിന്ന് പ്ലാവാണ് എടുത്തത്. നമ്മൾ തേക്കിനും വേണമെന്നുണ്ടെങ്കിൽ തേക്കും പ്ലാവും തമ്മിൽ 10-15 രൂപ 20 ഏകദേശം മൊത്തത്തിലെടുക്കുമ്പോഴേ 2 ലക്ഷം രൂപ വ്യത്യാസമൊക്കെ ഉള്ളുമായിരുന്നു. 2 ലക്ഷം രൂപ അല്ല, 20,000 രൂപ 25,000 രൂപ വ്യത്യാസമേ ഉള്ളുമായിരുന്നു. പക്ഷേ എല്ലാ തടിയും ഉണ്ട്. നമ്മുടെ അക്കേഷ്യ തേക്ക്, നിലമ്പൂർ തേക്കുണ്ട്. എന്ന് പറഞ്ഞാൽ 115-120 വർഷം പഴക്കമുള്ള തേക്കുണ്ട്. പിന്നെ അത്രയും വർഷമുള്ള തന്നെ പ്ലാവ്, പിന്നെ ഫോറസ്റ്റ് തടികളാണ് ഏറ്റവും കൂടുതലുള്ള ഫോറസ്റ്റ് തടികളാണ്. പിന്നെ അതല്ലാതെ അക്കേഷ്യ, മാഞ്ചിയം, പിന്നെ നമ്മുടെ മഹാഗണി, ആഞ്ഞിൽ, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റം തടികൾ, നമുക്ക് പേരറിഞ്ഞിടത്ത ഒരുപാട് തടികളുണ്ടായിരുന്നു. മഹാഗണി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ വല സ്ഥലമായിട്ട് മഹാഗണി ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 6-7 പേര് ഒത്തു നിന്ന് പിടിച്ചാൽ കിട്ടാത്ത അത്രയും സൈസുള്ള മഹാഗണി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളയെന്ന് പറയുന്നത് ഇല്ലാതെ ഫുള്ള് തടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്ക് പോയി നോക്കി വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫർണിച്ചർ ചെയ്യാൻ പറ്റുന്ന തടി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് തന്നെയാണ് വൃന്ദാവനം ടെമ്പിൾസ് കേട്ടോ. ഇവർക്ക് വേറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് ആദ്യം നമ്മൾ ഇതിന് മുമ്പ് ഒരിക്കൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് പിന്നും ഇത് തടി എടുക്കാൻ ഇവിടെ ചെന്നത്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഡോക്ടർ അജീഷ് കുമാർ എന്ന് പറയുന്ന ആളാണ്. വൃന്ദാവനം ടെമ്പിൾസ് ഉണ്ട്. പിന്നെ വൃന്ദാവനത്തിൻ്റെ തന്നെ ഫർണിച്ചർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവർക്ക് ഒരു ചെറിയൊരു ഫാമോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ കിട്ടിയതാണ്. പിന്നെ നമ്മളെടുത്ത തടിയാണ് കേട്ടോ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടന് വേണ്ടി നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് അവരെടുത്ത തടിയാണ്. നമുക്കിതാ ഈ എടുക്കുന്ന പ്ലാവാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 പ്ലാവാൻ കണ്ടെടുത്തു. ഇതേപോലെയുള്ള തടികൾ 4 എണ്ണം എടുത്തായിരുന്നു. ഇതിൽ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇതിൽ ഒന്ന് പോലും വേസ്റ്റ് ഒന്നും കളയാനില്ലാത്ത തടിയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം അടിപൊളിയായിട്ട് അവരെ അർപ്പിച്ച് നല്ല സെറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കിയാണ് നമുക്ക് തരാൻ വേണ്ടി എടുത്തത്. നമ്മൾ സത്യം പറഞ്ഞത് ഈ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെടുത്ത തടി ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഇവരുടെ വകയായിട്ട് തന്നെ വണ്ടി സൗകര്യം എല്ലാം ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് അറിയത്തില്ല. നമുക്കെന്തായാലും വണ്ടി സൗകര്യം ഫ്രീ ആയിരുന്നു. അവർ വണ്ടിയിൽ തന്നെയാണ് നമുക്ക് സാധനം നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ചു. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തന്നെയാണ് ഇത് എല്ലാവർക്കും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തടി നമ്മൾ സെലക്ട് ചെയ്ത് തടി കൊടുക്കുകയാണെങ്കിൽ അത് നേരെ ഒരു ക്രെയിൻ വന്ന് എടുത്ത് അത് അവർക്ക് തന്നെ മില്ലുണ്ട്. മില്ലിൽ പോയി എല്ലാം അർപ്പിച്ച് തൊട്ടടുത്ത് വന്ന് നല്ല പോളിഷ് ചെയ്ത് നമ്മൾ പറയുന്ന അളവിന് കട്ട് ചെയ്ത് കറക്റ്റ് പീസാക്കി എല്ലാം വണ്ടിക്കകത്ത് കയറ്റി തരും. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് ആവുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പോളിഷ് ചെയ്യുന്നതിന് മാത്രം മണിക്കൂറിന് 800 രൂപയാവും. ബാക്കി ഒരു കാര്യത്തിനും ഇവിടെ അർപ്പിക്കുന്നതിന് അങ്ങനെയുള്ള ഒന്നിനും അഡീഷണൽ ചാർജുകളായിട്ടൊന്നും പറയുന്നില്ല. അതെല്ലാം ഒത്തു തന്നെയാണ് അവർ അപ്പോൾ പറയുന്നതാണ്. അവർ പറയുന്ന ആ ടോട്ടൽ റേറ്റ് കഴിഞ്ഞതിന് ശേഷം അഡീഷണലായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ 800 രൂപ. നമ്മളെ പോളിഷിങ് ചാർജ് 800 രൂപ പറയും. ഇത് കണ്ടോ അവരുടെ മില്ല്. ഇത് കൂടാതെ അവർക്ക് 2-3 യൂണിറ്റ് മില്ലും കൂടെ ഉണ്ട് കേട്ടോ അപ്പുറത്തേക്ക്. നമ്മൾ പോയപ്പോഴത്തേക്ക് തിരക്ക് കുറവായിരുന്നു. നമ്മൾ ഞായറാഴ്ചയാണ് പോയതല്ലേ. ഞായറാഴ്ച അല്ല, എല്ലാ ദിവസവും എന്തോ ഒരു ഒഴിവുള്ള ദിവസം എന്തോ ആയിരുന്നു.
എന്താ അന്ന് അവിടെ നമ്മളെന്താ തിരക്ക് മൊത്തത്തിൽ തിരക്ക് കുറവായിരുന്നു, അവിടെ ആളില്ലായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് ഒരു അത്ഭുതം നടന്നു. നമ്മളവിടെ നിന്നപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഈട്ടിയാണ്. ഈട്ടി കട്ട് ചെയ്തെടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിന് വേണ്ടി അതിനകത്ത് കൊത്തുപണി ചെയ്യുന്നതിന് വേണ്ടി ഈട്ടി അവർ പറയുന്ന സൈസിൽ കട്ട് ചെയ്ത് പീസാക്കി അവർ കൊടുക്കുന്നതാണ്. ആ ഒരു ഈട്ടിയുടെ വില ഞാനവിടെ കേട്ടത് ശരിയാണെങ്കിൽ അത് 2.5 ലക്ഷം രൂപ അങ്ങനെ എന്താണത്. ഒരു ഫുള്ളായിട്ടുള്ള ഒറ്റത്തടി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് നിന്ന് പോകും. ഈട്ടിയൊക്കെ എന്ന് നമ്മൾ പേരിൻ്റെ സത്യം പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ പേരിൻ്റെയൊക്കെ. നിങ്ങൾ കാണാത്ത തടികളൊക്കെ മച്ചാന്മാരെ ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കണ്ട് മനം കുളിർന്നിട്ട് പോവാം. പിന്നെ വീട് എന്തെങ്കിലും നിങ്ങൾക്ക് വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഫർണിച്ചറോ എന്തെങ്കിലുമൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തടി കൊണ്ട് പണിയാം. ഇഷ്ടമുള്ള തടി കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങൾ വന്ന് നിങ്ങൾ കണ്ട് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. അതല്ലാതെ നമ്മളിപ്പോൾ പുറത്ത് സംസാരിക്കും, നമ്മൾ പുറത്ത് നിന്ന് ചെയ്തത് എന്ന് പറഞ്ഞാൽ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിന് ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാനിത് പുറത്ത് കാണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഞാൻ ചേട്ടൻ്റെ കൂടെ പോയപ്പോൾ തന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു ചേട്ടാ ഭയങ്കര വിലയായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. വെറുതെ നമ്മളൊന്ന് കയറി നമുക്കൊന്ന് നോക്കാമെന്ന് ചേട്ടനാണ് പറഞ്ഞത്. നമുക്കൊരു ദിവസം പോയി വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ പോയി നോക്കിയതാണ് ഈ തടി. തടി പോയി നോക്കിയപ്പോഴത്തേക്ക് റേറ്റൊക്കെ വളരെ കുറവുണ്ട്. ചേട്ടൻ നേരത്തെ എന്തൊക്കെ ആവശ്യത്തിന് തടി എടുത്തത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ റേറ്റ് ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല സ്നേഹവും നല്ല സഹകരണമാണ് കേട്ടോ. അവര് ഭയങ്കര സഹകരണമാണ്. അവര് എല്ലാ സ്റ്റാഫുകളെല്ലാം തടി എടുക്കുന്നു എന്നൊന്നും അല്ല കേട്ടോ. അവരെല്ലാവരുടെ കസ്റ്റമറുടെ അടുത്ത് ഒരുപോലെയാണ് കേട്ടോ. എല്ലാവരുടെ ഒരുപോലെയാണ്. അവര് പറയുന്ന ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ വന്നാലും അവർ തടി കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ട് മാക്സിമം പറ്റുന്ന അത്രയും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ടാക്സ് കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സഹകരണം. നമ്മളിപ്പോൾ നമ്മൾ രാവിലെയാണ് ഇവിടെ പോയത്. രാവിലെ പോയി ഇതെല്ലാം ചെയ്ത് വരുന്ന സമയമായപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിരുന്നു. ഇത് അത്രയും നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റൂമാണ് മച്ചാന്മാരെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് വേറൊരു സവിശേഷത വേറെ ഒരു ഷോപ്പിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു സവിശേഷത കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ചേട്ടനും മോനും കൂടെ റെസ്റ്റ് ചെയ്യായിരുന്നു. ടിവിയും കാര്യങ്ങളും സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ നമ്പർ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാലും മതി. നിങ്ങൾക്കത് തരപ്പെടുത്തി തരുന്നതായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും നിങ്ങൾ മാക്സിമം ഒന്ന് വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടട്ടെ. ചെയ്യാൻ പറ്റുമെന്നോട് നമ്പർ നമ്മൾ ഇതിൽ തന്നെ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതെ ഇതിപ്പോൾ ശീലിച്ചു വീഡിയോ നിങ്ങൾ 1 രൂപ പോലും കൊടുക്കണ്ട. അവരവിടെ വെക്കുന്ന നെറ്റിൽ വളരെ നല്ല രീതി സാധാരണ ഊണൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവരെല്ലാം വണ്ടിയിൽ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ കൂട്ടുകാരെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് ഫോർ വാച്ചിങ്.